സർ, ഈ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് ചില മണ്ഡലങ്ങളിലൊക്കെ ജയിച്ചപ്പോൾ, അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ ജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് കൊണ്ടാണ് കോൺഗ്രസിന് വിജയം നേടിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു, ഈ ജോഡോ യാത്രയിൽ കോടികൾ ഒഴുകി അത് ഇന്ത്യയെ തന്നെ വിഭജിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പല തന്ത്രങ്ങളും പല തീവ്രവാദികളുമായി നടത്തിയെന്നൊക്കെയുള്ള ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പാർലമെൻറ്റിൽ ഇത് ആദ്യം പറഞ്ഞത് നിഷ്കാന്ത് ദുബൈയും സുധാംശു ചതുർവേദി, രണ്ട് BJP അംഗങ്ങളാണ് രണ്ടുപേരും. അവരാണ് ഇതിന് അമേരിക്കയിലെ ജോർജ് സോറോസിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി 2 ജോഡോ യാത്ര നടത്തിയത്. ആദ്യത്തെ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയായിരുന്നു. അത് കർണാടകത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നടന്നത്. അപ്പോൾ ഈ ജോഡോ യാത്രയിലൂടെ അതൊരു ജനകീയ പദ്ധതിയായി, കോൺഗ്രസിൻ്റെ ജനകീയ പദ്ധതിയായി അവതരിപ്പിച്ചു എന്നതിന് പുറമേ രാഹുൽ ഗാന്ധിയെ കൂടുതൽ ജനകീയനാക്കാനും സ്വീകാര്യനാക്കാനും ഉള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയും കൂടിയായിരുന്നു. അതിൻ്റേതായ ഒരു ഫലമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. രാഹുൽ ഗാന്ധി ഈ ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു എഴുതിയ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഈ രാജ്യം എന്ന് എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. എന്താണ് ഈ രാജ്യം എന്നൊന്നും അറിയണ്ടേ? അങ്ങനെ ആളുകൾ ഇതിനെ ഒരു തമാശയായിട്ടാണ് ആദ്യം കണ്ടത്. എനിവേ അദ്ദേഹം വളരെ സാഹസപ്പെട്ട് കാൽനടയായിട്ടും വാഹനങ്ങളിലായിട്ടും സഞ്ചരിച്ചു. ഇന്ത്യ മുഴുവനും രാഹുൽ ഗാന്ധി കണ്ടു. രണ്ടാമത്തെ യാത്ര നോർത്ത് ഈസ്റ്റിൽ നിന്നും ബോംബെ പട്ടണത്തിലേക്കായിരുന്നു. അപ്പോൾ ഈ 2 നെടുകയും കുറുകയും നടത്തിയ 2 യാത്രയിലൂടെ ഇന്ത്യയുടെ ജനതതി എങ്ങനെ ജീവിക്കുന്നുവെന്നോ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നോ അതേക്കുറിച്ച് ഒരു സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കി യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനങ്ങളുടെ, കർഷകരുടെ, വ്യവസായ തൊഴിലാളികളുടെ, അസംഘടിത തൊഴിലാളി വിഭാഗത്തിൻ്റെ, സാമാന്യ ജനങ്ങളുടെ, ഒരു തൊഴിലില്ലാത്തവരുടെ ഒക്കെ പ്രശ്നങ്ങൾ സത്യസന്ധമായി പഠിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ട ഹോംവർക്ക് നടത്തി അത് ജനശ്രദ്ധയിലും പൊതുശ്രദ്ധയിലും പിന്നെ അധികൃതരുടെ ശ്രദ്ധയിലും ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവരികയും പാർലമെൻറ്റിൽ അതിലെ ഓരോ പോയിൻറ്റും വെച്ചിട്ട് അദ്ദേഹം ഡിബേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്നായിരുന്നു നമ്മൾ കരുതിയത്. ആ തരത്തിലൊരു ക്രിയേറ്റീവ് പ്രതിപക്ഷ നേതാവായി വളരാനുള്ള ഒരു വലിയ അവസരം വെറും രാഷ്ട്രീയ ആരോപണങ്ങളും മോഡി വിരോധവും മോഡി എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണവുമായിട്ട് അത് പരിമിതപ്പെടുത്തി കളഞ്ഞു. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പക്വതയില്ലായ്മ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് അദ്ദേഹം മോഡിക്കും BJPക്കും ഹിന്ദുത്വ പൊളിറ്റിക്സിനും എതിരായിട്ട് നടത്തേണ്ട ഒരു ആക്രമണമല്ല. ഇത് ഇന്ത്യയെ പഠിച്ച് മനസ്സിലാക്കിയ ആൾ യഥാർത്ഥത്തിൽ താൻ മനസ്സിലാക്കിയ ഇന്ത്യയുടെ വിഷമാവസ്ഥ എന്താണ്, ഇന്ത്യയുടെ പ്രോബ്ലം എന്താണ്, ആധുനിക ഇന്ത്യയിൽ ഏതൊക്കെ വിഭാഗം മനുഷ്യർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സത്യസന്ധമായ ശ്രമമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ BJP അംഗങ്ങൾ പാർലമെൻറ്റിൽ പറഞ്ഞ ആരോപണങ്ങൾ വിശ്വസിക്കില്ലായിരുന്നു. നേരെ മറിച്ച് ഇത് വിദേശ ഫണ്ടിങ്ങിലൂടെ നടന്ന ഒരു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഒരു ആയുധമായി തീരുകയായിരുന്നു കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി എന്ന് കേൾക്കുന്നത് സങ്കടകരമാണ്. അത് കോൺഗ്രസിൻ്റെ മഹാപാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾക്ക് ഒട്ടും ശുഭകരമായി തോന്നുന്നില്ല. അതാണ് അതിനകത്ത് ഒരു ദൗർഭാഗ്യവശം. കോൺഗ്രസ്സിൽ ഒരുപാട് നല്ല നേതാക്കളുണ്ട്, അവർ ദേശപ്രേമികളായ ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല പാർലമെൻറ്റേറിയൻസ് ഉണ്ട്, പരിണതപ്രജ്ഞരായ മിടുക്കന്മാരൊക്കെ ഒരുപാട് പേര് കോൺഗ്രസ്സിലുണ്ട്. അവരൊക്കെ നിസ്സഹായരായി പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ പക്വതയില്ലായ്മയും ഒക്കെ കാണുമ്പോൾ. അതുകൊണ്ടാണ് രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തെ ഒരു 2 അക്ഷരമുള്ള ഒരു പേര് വിളിക്കാൻ നിർബന്ധിതമാകുന്നത്. അതിനൊക്കെ ഉപരിയായിട്ട് ചെയ്യാവുന്ന ഒരു അവസരം അദ്ദേഹം കളയുകയാണ് ചെയ്തത്. പകരം അതിനെ ഇന്ത്യയെ എങ്ങനെ വിഭജിക്കുന്നതിനെക്കുറിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്, സന്നദ്ധ സംഘടനകൾ.
ഈ സന്നദ്ധ സംഘടനകൾക്കൊക്കെ ഈ അമേരിക്കൻ സോഴ്സിൽ നിന്ന് പണം വരുന്നുണ്ട്. ജോർജ് സോറോസ് എന്ന വ്യക്തി ഇന്ത്യയെ വിഘടിപ്പിക്കേണ്ടത് അയാളുടെ ഒരു സാമ്രാജ്യത്വ താല്പര്യമാണ്. അമേരിക്കയ്ക്ക് മുകളിലേക്ക് ഇന്ത്യ ഏതെങ്കിലും കാലത്ത് വളരുമോ? ഇല്ലേ, ഇന്ത്യ 2047, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷത്തിൽ ഇന്ത്യ ഒരു സ്വയം പര്യാപ്ത സാമ്പത്തിക ശക്തിയായിട്ട് വളരാനുള്ള ശ്രമത്തിലാണ്. അതിലേക്കുള്ള പ്രയാണം ലക്ഷ്യമാക്കിയാണ് പിന്നെ പ്രധാനമന്ത്രി പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അത് പ്രഖ്യാപിച്ച ലക്ഷ്യമാണ് ബൈ 2047. അപ്പോൾ അത് അച്ചീവ് ചെയ്യുന്നതിനെ തടയുക. അങ്ങനെ ഇന്ത്യ അങ്ങനെ അമേരിക്കയ്ക്കും യൂറോപ്പിലെ പല രാഷ്ട്രങ്ങൾക്കും അപ്പുറത്തേക്ക് വളരാൻ അനുവദിക്കരുത്. അത് ഒരു ആഗോള സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുന്നവരുടെ ഒരു ഗൂഢ ലക്ഷ്യമാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ജോർജ് സോറോസ്. ജോർജ് സോറോസിൻ്റെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിനെക്കുറിച്ച് പല ആലോചനകളും നടത്തുന്നതായിട്ട് ആരോപണം വന്നു. പാർലമെൻറ്റിലാണ് ഉത്തരവാദിത്തമുള്ള നേതാക്കളാണ് ആരോപണം ഉന്നയിച്ചത്. അതിൽ ആദ്യത്തേതാണ് കാശ്മീരിന് ഒരു സ്വയംഭരണാവകാശം കൊടുക്കണം. ജമ്മുവും കാശ്മീരും ലഡാക്കും ഉൾപ്പെട്ട പ്രദേശം ഒരു രാജ്യമാക്കി മാറ്റണം എന്നത്. അതാരുടെ ആവശ്യമാണ്? അത് ഇന്ത്യ വിരുദ്ധരായ ഭീകരപ്രവർത്തകന്മാരുടെ സ്വാധീനത്തിൽ JNUവിൽ നിന്ന് കേട്ടതാണ് ആസാദി. ഈ ആസാദിവാദം അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏറ്റുപിടിക്കുകയും അവർ അതിനുവേണ്ടി തീ കൂട്ടുകയും ചെയ്യുക, അതിന് വിദേശത്തുനിന്ന് ഈ ചിത്രശക്തികളുടെ ഫണ്ട് സ്വീകരിക്കുക. സോണിയാഗാന്ധിക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. പിന്നെ വേറെ ഇപ്പോൾ കാനഡ കേന്ദ്രീകരിച്ച് ഖലിസ്ഥാൻ വാദികൾ വീണ്ടും തല ഉയർത്തിയിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയാണ് ഖലിസ്ഥാൻ മൂവ്മെൻറ്റിനെ അടിച്ചമർത്തിയ ആൾ. അതിനുവേണ്ടി അവർക്ക് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നതാണ്. നമുക്ക് ഓർമ്മയില്ലേ സുവർണക്ഷേത്രം കേന്ദ്രീകരിച്ച് നടന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, സന്ത് ജർണയിൽ സിംഗ് പിന്ദരൻവാല എന്ന ഒരു ഭീകരനെ തുരത്താൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ. അതിന്റെ പകയല്ലേ അതിന് സിഖ് സമൂഹത്തിന് ഇന്ദിരാഗാന്ധിയോട് പകയുണ്ടാകുകയും അവരുടെ സ്വകാര്യ സ്റ്റാഫിൽ നുഴഞ്ഞു കയറി അംഗരക്ഷകരാൽ കൊല്ലപ്പെടുക എന്ന ദാരുണ സംഭവം 1984 ഒക്ടോബർ 31 അത് നമ്മൾ കണ്ടാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രാജഡികളിലൊന്നാണത്. അതേ തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കലാപം ഡൽഹിയിൽ ഇത്രയും പേര് നിരപരാധികൾ മരിച്ചു. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഭരണഘടനയുടെ സംരക്ഷകരാണ്, ഇന്ത്യൻ ഭരണഘടനയെ ഏതോ വലിയ അന്തരാള ഘട്ടത്തിൽ പെട്ടിരിക്കുന്നു എന്നൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയെ പല തുണ്ടങ്ങളാക്കണം. ഇന്ത്യ ഒരു വാസ്റ്റ് കൺട്രിയാണ്. 142 കോടി ജനങ്ങളുള്ള ഒരു അതിവലിയ ഈ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. അപ്പോൾ അതിന് കട്ടിംഗ് സൗത്ത് പറഞ്ഞിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷൻ ഉണ്ടാക്കുക, ഖലിസ്ഥാൻ്റെ ഒരു പഞ്ചാബും രാജസ്ഥാനും കൂടെയൊക്കെ ചേർത്തിട്ട് വെസ്റ്റേൺ ഇന്ത്യയിൽ ഒരു രാജ്യം ഉണ്ടാക്കുക, ഒരു ഖലിസ്ഥാൻ. അങ്ങേ അറ്റം വടക്കേ അറ്റം കാശ്മീർ ഒരു രാജ്യമാക്കുക. ഇന്ത്യ അങ്ങനെ പലതായിട്ട് വിഭജിക്കുക. അപ്പോൾ ഈ വിഭജനവാദികളുടെ ആയുധമായി തീരുന്നു കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വം എന്നത്. അത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രക്ഷോഭം നയിച്ച ഒരു പ്രസ്ഥാനത്തിന് എന്ത് പറ്റി എന്ന് നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരുന്നു. ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാനുള്ള സാഹചര്യ തെളിവുകളുണ്ട്. ഒന്ന്, ഈ ജോഡോ യാത്രയുടെ ലക്ഷ്യത്തെപ്പറ്റി പിന്നീട് രാഹുൽ ഗാന്ധിക്ക് യാതൊരു ഫോളോപ്പും ഇല്ല. അപ്പോൾ ആരുടെയോ കയ്യിലെ ആയുധമായി നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉള്ള തെക്കുവടക്ക് യാത്ര നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ചില രാഷ്ട്രീയ ഗുണങ്ങൾ കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയില്ല. കാരണം കോൺഗ്രസ്സിന് ഒരു ഉണർവുണ്ടാക്കുവാനും ആദ്യമായി അതിൻ്റെ ഫലം കർണാടകത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അവിടെ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ പറ്റി. പെട്ടെന്ന് ഈ ആദ്യത്തെ ജോഡോ യാത്രയുടെ ഒരു ഇമ്പാക്റ്റ് അതാണ്. കർണാടകത്തിൽ അദ്ദേഹം എത്തിക്കഴിയുമ്പോഴായിരുന്നു അവിടെ ഇലക്ഷൻ വന്നത്. പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ഒട്ടും പ്രതീക്ഷിക്കാതെ കോൺഗ്രസ്സിന് കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്. കാരണം ഇവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയെ വിഭജിക്കുക എന്നാണെന്ന് ഇപ്പോൾ BJP MPമാർ പറയുന്നു. ആ ആരോപണം അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ്
OCCRP എന്നൊരു പദ്ധതിയുണ്ട്. ഈ OCCRP ഇന്ന് പണം പറ്റുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളുടെ സംഘടനകളും മാധ്യമ സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. അവരെല്ലാം BJPക്കും മോഡിക്കും നരേന്ദ്രമോദിക്കും ഈ ഗവൺമെൻറ്റിനും എതിരാണ്. ഇവരുടെ പണം പറ്റിക്കൊണ്ട് ചില ആളുകളാണ്, അതിൽ ചില ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്, കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലും യോഗം നടത്തിയത് നമ്മൾ കണ്ടു. അവരുടെ ലക്ഷ്യം അതിൽ ദൗർഭാഗ്യവശാൽ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ചില ആളുകളും അതിൽ പോയി പെട്ടു. അറിഞ്ഞാണെന്ന് ഞാൻ കരുതുന്നില്ല, അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു വിഘടന സമീപനം ഇന്ത്യ എന്ന അഖണ്ഡ ഭാരതത്തെപ്പറ്റി മോഡി സ്വപ്നം കാണുകയും ശിഥിലമായി പോയ പഴയ ആസേതു ഹിമാചലം ഒറ്റ യൂണിറ്റായിട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതിനിടയിൽ നിലവിലുള്ളതിനെ വീണ്ടും വിഭജിച്ച് പോകുക, അതിനുവേണ്ടി വിധ്വംസക ശക്തികളെ ഇളക്കി വിടുക. ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥ അതിൻ്റെ പിന്നിൽ ആരാണെന്നും അവിടെ ഷെയ്ഖ് ഹസീനയെ മാറ്റിയിട്ട് പകരം വന്ന ആൾ ഉപദേശകനായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ആൾ ആരുടെ കുറുവടിയാണെന്നും നമുക്ക് വ്യക്തമല്ലേ. അപ്പോൾ ആ ശക്തി ഇന്ത്യയെ ശിഥിലമാക്കുവാൻ വേറെയും മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അതിൽ അറിയാതെയോ അറിഞ്ഞോ ചെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ചിലരും തിരുവനന്തപുരം MP വരെ പേര് പറഞ്ഞു കേട്ടു പാർലമെൻറ്റിൽ. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, കാരണം ഇതിനൊക്കെ തെളിവുണ്ട്, ഇവരൊക്കെ ജോർജ് സോറോസുമായിട്ട് നടത്തിയിട്ടുള്ള രഹസ്യവും പരസ്യവുമായ ചർച്ചകൾ, ജോർജ് സോറോസിനെ കുറിച്ച് ശശി തരൂർ എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, ഇതൊക്കെ ഉപോത്ബലകമായ തെളിവുകളായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈദൃശ പ്രവർത്തനങ്ങളെ മുളയിലേ നുള്ളേണ്ടതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാസങ്കല്പത്തെ എത്രമാത്രം കരുത്തുറ്റതാക്കാമോ അതിനുള്ള പരിശ്രമത്തെ തടയുകയും ഇന്ത്യയെ വീണ്ടും വെട്ടിമുറിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ചെയ്താലും അത് തെറ്റാണ്. തീർച്ചയായും.